250 പ്രിൻ്ററാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓണാക്കുന്ന ടൈമിൽ ടിക് 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 സൗണ്ട് കേൾക്കും. ബേസിക്കലി ആ ടിക് 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 സൗണ്ട് കേൾക്കുമ്പോൾ അതിനർത്ഥം ഹെഡ് കംപ്ലൈൻ്റ് ആണെന്നാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ചാടി കയറിയിട്ട് ഹെഡ് മാറരുത്. ഹെഡ് മാറുന്ന മുന്നേ ഹെഡാണോ കംപ്ലൈൻറ്റ് അതോ ബോർഡാണോ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡ് ഷോർട്ടാണോ ഇല്ലെന്ന് കണ്ടുപിടിക്കാം. അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഹെഡ് കംപ്ലൈൻറ്റ് എന്ന് അറിയാനായിട്ട് നമുക്ക് ഹെഡിൻ്റെ PCB ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ഷോർട്ടാണോ അല്ലെന്ന് അറിയാൻ പറ്റും. ഞാൻ എങ്ങനെ കാണിച്ചു തരാം. ഹെഡിൽ ഷോർട്ട് ചെയ്ത 3 കോമൺ പോയിന്റ് ഉണ്ട്. ആ കോമൺ പോയിന്റ് വെച്ചിട്ട് വേണം ബാക്കി പോയിന്റിന്റെ ഓംസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആ 3 കോമൺ പോയിന്റ്. ആ കോമൺ പോയിന്റ് വെച്ചിട്ട് വേണം ബാക്കിയുള്ള 6 പോയിന്റ് നമുക്ക് വാല്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ എടുത്തിട്ട് മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ഓണാക്കുക. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഹെഡിൽ കോമൺ പോയിന്റ് ഉണ്ട്. അതായത് 3 കോമൺ പോയിന്റ് ഉണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണാൻ പറ്റും 3 കോമൺ പോയിന്റ്. ആ പോയിന്റിൽ നമ്മൾ ഇതിൻ്റെ ഒരു അറ്റം വെച്ചിട്ട് ബാക്കിയുള്ള എന്തിൽ വാല്യൂ ഉണ്ടെന്ന് നോക്കുക. ഷോർട്ട് അല്ലെങ്കിൽ ഒരു 10 to 11 കാണിക്കണം. ഇപ്പോൾ ആ പിന്ന് ഓക്കെയാണ്. രണ്ടാമത്തെ പിന്ന് നോക്കുന്ന സമയത്തും ഓക്കെയാണ്. മൂന്നാമത്തെ പിന്ന് നോക്കുന്ന സമയത്തും ഇത് ഓക്കെയാണ്. നാലാമത്തെ പിന്ന് ഓക്കെയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ലെഫ്റ്റ് സെക്ഷനിലെ പിന്ന് നോക്കാം. ഓക്കെ, കണ്ടോ? ഇതിൻ്റെ വാല്യൂ ആക്ച്വലി വരുന്നത് 3 ആണ്. 3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3, 4, 5 അതായത് 10ൽ 11ൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഷോർട്ടാണെന്നാണ്. അടുത്ത പോയിന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പോയിന്റും നോക്കണം. ഈ പോയിന്റും കുഴപ്പമില്ല, ഈ പോയിന്റും കുഴപ്പമില്ല, ഈ പോയിന്റും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റാണ് പ്രശ്നക്കാരൻ. ഇതിൽ വാല്യൂ വന്നേക്കുന്നത് വാല്യൂ എന്നത് 3 ആണ്. 3 വന്നതിൻ്റെ അർത്ഥം ഹെഡ് ഷോർട്ടാണെന്നാണ് അർത്ഥം. ഹെഡ് പോയി. പാരലായിട്ട് നമ്മൾ ഹെഡ് ഷോർട്ടായി കഴിഞ്ഞാൽ പാരലായിട്ട് നമ്മൾ ബോർഡ് കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഈ ബോർഡ് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ബോർഡ് ഓക്കെ ആണെങ്കിൽ, ബോർഡിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹെഡ് മാറാം. കുഴപ്പമില്ല, 100% വർക്ക് ചെയ്യും. അപ്പോൾ അതിന് പകരം ബോർഡിന് ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ ഹെഡ് മാറുകയാണെങ്കിൽ നമ്മൾ മാറുന്ന ഹെഡ് കൂടി അടിച്ചു. അപ്പോൾ നമുക്ക് ബോർഡ് എങ്ങനെയാണ് ഹെഡ് ഷോർട്ട് ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബോർഡ് ഒരു ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 2 പോയിന്റിൽ ഷോർട്ട് കാണാൻ പറ്റി. ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 2 പോയിന്റിൽ 0 വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഇല്ലാത്ത പോയിന്റിൽ 500 to 525 വാല്യൂ വരെ കാണിക്കും. ആ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ വാല്യൂസ്. ആ ഷോർട്ടുള്ള കമ്പോണൻസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റെസിസ്റ്റർ ഒരു മൊഡ്യൂളാണ്. ഇതിലൊരു 8-9 റെസിസ്റ്റർ അടുപ്പിച്ച് വരും. അതിൽ ഏതെങ്കിലും ഹെഡിന്റെ സെക്ഷൻ ഷോർട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ റെസിസ്റ്റർ ഷോർട്ടായി പോണത്. നമുക്കത് അതുപോലെ തന്നെ 500 to 525 വാല്യൂ കുറഞ്ഞ് ചില ടൈമിൽ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രിന്റ് അടിക്കുന്ന ടൈമിൽ ലൈൻസ് എക്സ്ട്രാ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ ട്രാൻസിസ്റ്റർ മൊഡ്യൂൾ കംപ്ലൈന്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഹെഡ് തന്നെയാണ് കംപ്ലൈന്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാ സെക്ഷനും ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഹെഡ് മാറ്റാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഹെഡ് വാങ്ങിയിട്ട് അതിന് ആ പേയ്മെന്റ് വെറുതെ വേസ്റ്റ് ആയി പോകും. ഷോർട്ടായ കമ്പോണൻസ് ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വാല്യൂ നമുക്ക് കാണാം. എല്ലാത്തിലും ഷോർട്ടായ പോയിന്റ്സിൽ നേരത്തെ 0 ആയിരുന്നു. ഇപ്പം അത് മാറ്റിയപ്പോൾ അതിൽ വാല്യൂ ഏകദേശം ഒരു 500-500-ൻ്റെയും 525-ൻ്റെയും ഇടയിൽ കാണാം. നമുക്ക് എല്ലാ സെക്ഷനും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എല്ലാത്തിലും വാല്യൂസ് ഉണ്ട്. എല്ലാത്തിലും അത്യാവശ്യം വാല്യൂസ് കാണിക്കുന്നുണ്ട്. അതായത് 500-525 റേഞ്ചിൽ വാല്യൂസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ടായ 2 സെക്ഷൻ, ഈ സെക്ഷനാണ് ഷോർട്ട്.
നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് പ്രിൻ്റർ ഓൺ ആവോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി പഴയ ഹെഡ്, ഈ ഹെഡ് ഷോർട്ടാണ്, ഈ ഹെഡ് ഷോർട്ടായിട്ടുണ്ട്. നമുക്ക് റീകണ്ടീഷൻ ചെയ്ത നമ്മുടെ പുതിയ ഹെഡ് ഇട്ടോ. ഓക്കെ, നമ്മൾ കണക്ഷൻസ് ഒക്കെ ഫുൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പ്രിന്റർ ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. പ്രിന്ററിൻ്റെ കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആയിട്ടുണ്ട്. സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിലവിലിപ്പോൾ പ്രിന്റർ പക്ക വർക്കിംഗ് കണ്ടീഷനുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യും.